ഗുഡ് മോർണിംഗ്. ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനൊരു റെസിപ്പി കാണിക്കാൻ പോകുന്നത് ഒരു തോരനാണ് കാണിക്കാൻ പോകുന്നത്. അതിന് കാശ്മീർ ചില്ലിയുടെ മുളകും പിന്നെ വേപ്പിലയും വെളുത്തുള്ളി ഉള്ളി എല്ലാം കൂടി ഒന്ന് ചൂടാക്കി എടുക്കണം. ചെറുതായിട്ടൊന്ന് ചൂടാക്കി കഴിയുമ്പം അതിൻ്റെ അകത്തോട് തേങ്ങ ചിരണ്ടി ചെയ്തിട്ടുണ്ട്. കുറച്ച് തേങ്ങ ഇട്ടാൽ മതി. ഞാൻ കുറച്ച് സാധനം തേങ്ങ ഇട്ട് അത് തോരനുണ്ടാക്കാൻ. തോരൻ വേറൊന്നുമല്ല, മത്തങ്ങയും വലിയ പയറും കൊണ്ടുള്ള ഒരു തോരനായിട്ട് അതിന് ഉണ്ടാക്കാൻ പോകണം. അപ്പോൾ ഇതൊന്ന് ഇരുപതായി കഴിയുമ്പോൾ അതിനകത്തോട്ട് കാശ്മീർ ചില്ലിയുടെ തന്നെ ഒരു സ്പൂൺ മുളക് പൊടി ഇടുക. അധികം മുളക് ഇടുന്നത് നമ്മൾ പച്ചമുളകൊന്നും ഇടാത്തതുകൊണ്ട് അധികം എരിവൊന്നും വേണ്ട ഈ കറിക്ക്. അപ്പോൾ അതുകൊണ്ട് ഒരു സ്പൂൺ മുളക് പൊടി ഇടാൻ പാടുള്ളൂ. ഒരു സ്പൂൺ മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഇടാം. മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി റെഡിയാക്കി അവിടെ മാറ്റി വെക്കുക. മാറ്റി വെച്ച് കഴിഞ്ഞിട്ട് ഇത് അടുത്ത പാൻ എടുത്തിട്ട് ആ പാൻ്റെ അകത്തോട്ട് നമ്മൾ കടുകും പരിപ്പ് ഇടണം. പരിപ്പും കടുകും കൂടി നന്നായിട്ട് കടുകൊക്കെ പൊട്ടിക്കഴിഞ്ഞിട്ട് അതിൻ്റെ അകത്തോട്ട് പിന്നെ ഇടാൻ വേണ്ട സാധനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിൻ സാധനം മത്തങ്ങ ഉണ്ടാണ്. അപ്പോൾ മത്തങ്ങ തോരനാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ആ മത്തങ്ങ ഇട്ടിട്ട് മത്തങ്ങ വേറെ ഒന്നും വേവിക്കാൻ പാടില്ല, അതിൽ ആവിയിൽ തന്നെ ഇരുന്ന് വേവണം കേട്ടോ. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം. ഉപ്പ് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് അത് വെന്ത് കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ അകത്തോട്ട് നമ്മൾ വലിയ പയർ വേവിച്ച് വെച്ചിട്ടുണ്ട്. പയർ ഉപ്പൊക്കെ ഇട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. ആ പയറാണ് ഇട്ട് കൊടുക്കേണ്ടത്. പക്ഷേ ഞാൻ പയറിന് പകരം ആദ്യം ഇട്ട് കൊടുത്തത് നമ്മൾ ഈ വറുത്ത സാധനം ഒന്ന് ചെറുതായിട്ടൊന്ന് ഒതുക്കിയെടുക്കണം കേട്ടോ. മിക്സ് ചെയ്തിട്ട് ഒരൊറ്റ കറക്കി ചെറുതായിട്ട് അരയാൻ പാടില്ല, അതേ രൂപത്തിലെടുക്കണം. എന്നിട്ട് അത് ഇട്ട് കൊടുക്കണം. ഞാൻ പയറാണ് ആദ്യം ഇട്ട് കൊടുക്കേണ്ടത്, പക്ഷേ ഞാനത് ആദ്യം ഇട്ട് കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യണം കേട്ടോ നന്നായിട്ട്. അപ്പം നമ്മൾ പയർ മഞ്ഞൾപ്പൊടി ഇട്ടില്ലായിരുന്നു, മഞ്ഞൾപ്പൊടി ഇടാണ്ട് വേവിച്ചത്, ഉപ്പ് മാത്രം ഇട്ട് വേവിച്ചത്. അപ്പോൾ വേണമെങ്കിൽ നമുക്കിനി മഞ്ഞൾപ്പൊടി നടുക്ക് വേണമെങ്കിൽ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിക്കാൻ വേണമെങ്കിൽ ഞാൻ ഇട്ട് കൊടുത്തില്ല. മറ്റേതിനൊക്കെ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അത് അങ്ങനെ തോരനൊക്കെ റെഡിയായിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള തോരനാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായി എല്ലാവരും ഒന്ന് ഉണ്ടാക്കിയൊക്കെ നോക്കണേ. അതിൻ്റെ അപ്പോൾ എനിക്കൊന്ന് ലൈക്കും ഷെയറും ചെയ്യണേ.